അങ്ങനെ ദേ പൂപ്പാടത്തിനോട് യാത്ര പറയാണ്. മല്ലികത്തോട്ടത്തിലാണ്. ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ജമന്തി തോപ്പ് കാണണമെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. എന്ത് മനോഹരാന്നറിയോ, എത്ര സ്ഥലങ്ങളിലാ അത് ഉണ്ടാക്കിയെന്നറിയോ. ഇവിടെയൊക്കെ ജമന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതവർ പറിച്ചു. അവരുടെ കൃഷിയാണല്ലോ, നമ്മുടെ സീസണാണല്ലോ. അപ്പം മല്ലിക കണ്ടു, ജമന്തി കണ്ടു. ദേ സൂര്യകാന്തിനോടും യാത്ര പറയാണ്. അതേതാ സൂര്യകാന്തി തോപ്പ്. സൂര്യകാന്തിനോടും യാത്ര പറഞ്ഞു. എന്ത് മണാന്നറിയോ, തലക്ക് ഇങ്ങോട്ട് കയറുന്നൊരു സ്മെല്ലാണ് ഗൈസ്. മൂക്ക് മല്ലുണ്ടോ, ഭയങ്കര മണോ. അപ്പം ഇതിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് ഇതേ അപ്പോൾ ഗുണ്ടിൽപേട്ടിൽ വന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഈ മനോഹരമായിട്ടുള്ള അല്ല മനോഹാരിത നിറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കണ്ടു ആസ്വദിച്ചു, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. എന്നതിന് ശേഷം നമ്മളിതേ ഇവിടെ പറയാൻ പോവുകയാണ്. കൂടെ കൂട്ടണം എന്നുണ്ട്, പക്ഷേ കൃഷി ചെയ്യുന്ന ആൾ നമുക്ക് തരൂലാലോ. ഈ ചെട്ടി പോലെയും മല്ലിക പോലെയൊന്നുമല്ല. അപ്പോൾ നേരത്തെയൊക്കെ പൂവിൻ്റെ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചെട്ടി എന്നുള്ളത് മല്ലിക എന്നാക്കിയിട്ടുണ്ടോ, ജമന്തി എന്നാക്കിയിട്ടുണ്ടോ, അങ്ങനെ പല പല സംശയങ്ങളും ഉണ്ട്. പൂവിനെ കണ്ടു വെക്കുമ്പോൾ പേരൊക്കെ മറന്നു പോകണേ. അപ്പം പൂന്തോട്ട വിശേഷങ്ങൾ ഇതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ വയ്യേ തരാം കേട്ടോ. ഓക്കെ, ടാറ്റാ.